ലോകം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സാങ്കേതികവിദ്യ, നഗരങ്ങൾ, ഇന്റർനെറ്റ് എല്ലാം നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പക്ഷേ ഇന്നും ഒരു സ്ഥലമുണ്ട്, അവിടെ സമയം തന്നെ നിശ്ചലമായി നിൽക്കുന്നു. ബംഗാൾ ഉൾപന്ത്രണ്ടലിൻ്റെ നടുവിൽ കാടുകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു ചെറുദ്വീപ്, നോർത്ത് സെന്റിനൽ ഐലൻഡ്. ഇതൊരു സാധാരണ ദ്വീപല്ല. ഇത് മനുഷ്യരുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഈ ദ്വീപിൽ ജീവിക്കുന്നത് സെന്റിനലീസ് എന്ന ഗോത്രവിഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യർ. അവർക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മൾക്കും അവരെക്കുറിച്ച് അറിയുന്നത് വളരെ കുറച്ച് മാത്രം. ഇവർ ഇന്നും വേട്ടയാടിയും മീൻ പിടിച്ചും ജീവിക്കുന്നു. ഇവരുടെ വീടുകൾ ലളിതമായ കുടിലുകൾ. ഇവരുടെ ആയുധങ്ങൾ അമ്പും കുന്തവും. ആധുനിക ലോകത്തിൻ്റെ യാതൊരു അടയാളവും ഇവിടെയില്ല. പക്ഷേ ഈ ദ്വീപിലേക്ക് എത്തുന്നത് ഒരു യാത്രയല്ല, ഇതൊരു അപകടമാണ്. പുറത്തുനിന്ന് വരുന്നവരെ സെന്റിനലീസ് ഒരിക്കലും സ്വാഗതം ചെയ്തിട്ടില്ല. അവരുടെ സന്ദേശം വളരെ വ്യക്തമാണ്: അകലെ നിൽക്കൂ. അവർ അവരുടെ ഭൂമിയെ സംരക്ഷിക്കുന്നു, എന്തു വില കൊടുത്തു. 2006-ൽ 2 മത്സ്യത്തൊഴിലാളികൾ ഈ ദ്വീപിലേക്ക് തെറ്റിച്ചെത്തി. അവർ തിരികെ വന്നില്ല. 2018-ൽ ഒരു വിദേശി ഈ ഗോത്രത്തെ കാണാൻ ശ്രമിച്ചു. അവന്റെ കഥയും അതേപോലെ അവസാനിച്ചു. ഇന്ത്യ സർക്കാർ ഈ ദ്വീപിനെ പൂർണ്ണമായി സംരക്ഷിച്ചിരിക്കുന്നു. 5 കിലോമീറ്റർ പരിധിക്കകത്ത് പോലും എത്താൻ പാടില്ല. കാരണം ഒരു ചെറിയ രോഗം പോലും ഈ ഗോത്രത്തെ മുഴുവനായും ഇല്ലാതാക്കാൻ മതിയാകും. 2004-ലെ സുനാമി ലോകം മുഴുവൻ നാശം വിതച്ചപ്പോൾ സെന്റിനലീസ് രക്ഷപ്പെട്ടു. പ്രകൃതിയുടെ സൂചനകൾ വായിക്കാൻ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാം. അപ്പോൾ ഒരു ചോദ്യം: നമ്മൾ ഇവരെ സമീപിക്കണം, അല്ലെങ്കിൽ അവരുടെ ലോകം അവരുടെ രീതിയിൽ തന്നെ അവർക്കായി വിട്ടുകൊടുക്കണം? നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇതൊരു ദ്വീപ് മാത്രമല്ല, ഇത് മനുഷ്യരുടെ ചരിത്രത്തിൻ്റെ ഒരു ജീവനുള്ള ഭാഗമാണ്. ചില രഹസ്യങ്ങൾ അറിയാതെ തന്നെ അവയുടെ സൗന്ദര്യം നിലനിർത്തുന്നു.